നമസ്കാരം, ഇൻസ്കൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഇൻസ്റ്റൻറ്റ് വൈൻ ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് കാണിക്കുന്നത്. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് മുന്തിരി വൈൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. സാധാരണയായി ട്രഡീഷണൽ മെത്തേഡിൽ ഒരു വൈൻ തയ്യാറാക്കുന്നതിന് 21 മുതൽ 41 ദിവസം വരെ സമയമെടുക്കും. ഇവിടെ 21 ദിവസം കൊണ്ട് തയ്യാറാക്കുന്ന ഒരു മുന്തിരി വൈൻ എങ്ങനെ 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. നമ്മൾ ട്രഡീഷണൽ മെത്തേഡിൽ സാധാരണ വൈൻ ഉണ്ടാക്കുമ്പോൾ അതിൽ ഫെർമെൻറ്റൈസ് ചെയ്യാൻ, അതിനെ പുളിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചേർക്കുന്നത് ഗോതമ്പാണ്. കുറച്ച് ഗോതമ്പ് നമ്മളൊരു തുണിയിൽ കെട്ടി കിഴി കെട്ടി വൈനിലിടും. ഇതിങ്ങനെ സ്ലോ ആയിട്ട് ഫെർമെൻറ്റൈസ് ചെയ്ത് ആണ് വൈൻ ഉണ്ടാകുന്നത്. ഇതിന് ഏകദേശം 21 ദിവസത്തോളം എടുക്കും. എന്നാൽ നമുക്ക് ഗോതമ്പിന് പകരം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉപയോഗിച്ച് ഇതിനെ വളരെ പെട്ടെന്ന് പുളിപ്പിച്ച് വളരെ പെട്ടെന്ന് ഫെർമെൻറ്റൈസ് ചെയ്ത് നമുക്ക് വൈൻ തയ്യാറാക്കാം. ഇത് 3 ദിവസത്തിനുള്ളിൽ ഈ വൈൻ നമുക്ക് തയ്യാറാകും. രുചിയുടെ കാര്യത്തിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ ട്രഡീഷണലായി പഴയ വൈൻ രുചിച്ചവർക്ക് ഈ വൈൻ അത്ര രുചി പോരാ എന്ന് പറയും. എന്നാലും പുതിയ തലമുറയിലെ ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നത് കൊണ്ട് രുചിയിൽ കാര്യമായ വ്യത്യാസമൊന്നും ഈ വൈനിലില്ല. നമ്മൾ 21 ദിവസം കൊണ്ട് തയ്യാറാക്കുന്ന വൈനിൻ്റെ രുചിയോടൊപ്പം തന്നെ കിടപിടിക്കുന്നതാണ് ഈ 3 ദിവസം കൊണ്ട് ഉണ്ടാക്കുന്ന വൈനും. അപ്പോൾ ഈ വൈൻ നമുക്ക് തയ്യാറാക്കുന്നതിന് നമുക്ക് വേണ്ടത് നല്ല ജ്യൂസ് മുന്തിരി, കറുത്ത നിറത്തിലുള്ളൊരു മുന്തിരി നമുക്ക് കടകളിലുണ്ട്. നമുക്ക് കറുത്ത നിറത്തിലുള്ള നിരവധി ഇനം മുന്തിരി അവൈലബിൾ ആണ്. ഇതിൽ ഈ കടകളിലൊക്കെ ജ്യൂസ് അടിക്കാൻ വേണ്ടി വാങ്ങുന്ന ഒരുതരം കറുത്ത മുന്തിരിയുണ്ട്. ഇതിന് പുളിപ്പ് കൂടുതലായിരിക്കും. നമ്മൾ സാധാരണ കഴിക്കാൻ വേണ്ടി കടകളിൽ നിന്നെല്ലാം കിട്ടുന്നത് ഒരുതരം റോസ് മുന്തിരിയാണ്. പക്ഷേ ആ മുന്തിരിങ്ങ നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ അതിന് കളർ കുറവായിരിക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ജ്യൂസ് മുന്തിരി എന്ന് പറയും. ഇത് ഉപയോഗിച്ച് വൈൻ തയ്യാറാക്കുമ്പോൾ നല്ല കളറും നല്ല രുചിയും വൈനിൽ ലഭിക്കുന്നു. നമ്മൾ സാധാരണ കടയിൽ നിന്ന് കിട്ടുന്ന റോസ് മുന്തിരി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈനിന് കളർ കുറവായിരിക്കും. വൈനിന് കളർ കൊടുക്കാൻ വേണ്ടി പഞ്ചസാര കരിച്ച് ചേർക്കുകയും മറ്റും ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് വൈൻ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു കിലോ മുന്തിരിങ്ങയിലേക്ക് ഏതാണ്ട് 3/4 കിലോ പഞ്ചസാര, പട്ട, ഏലക്ക, ഗ്രാമ്പു, കുറച്ച് ഈസ്റ്റ്, തിളപ്പിച്ചാറിയ ഒരു 1.5 ലിറ്ററോളം വെള്ളം എന്നിവ കരുതി വെക്കുക. ഒരു പാത്രത്തിലേക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ മുന്തിരിങ്ങ ഇളക്കിയിടുക. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ഇളക്കിയെടുത്ത മുന്തിരിങ്ങയിലോട്ട്, ഇതിപ്പോൾ 1 കിലോ മുന്തിരിങ്ങയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതിലോട്ട് ഒരു 3/4 കിലോ പഞ്ചസാര ചേർക്കുക. അതിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പു എന്നിവ ചേർക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് ചേർക്കുന്നത് ഓപ്ഷനിലാണ്. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ചേർക്കുന്നത് നമ്മുടെ വൈനിന് നല്ലൊരു ഫ്ലേവർ നൽകും. ഇതിലേക്ക് ഒരു 1.5 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കുക. ഇത് ഒരു 5 മിനിറ്റോളം നന്നായി തിളപ്പിക്കുക. മുന്തിരിങ്ങ നല്ലതുപോലെ വെന്തുടഞ്ഞു വരും. Blinded by the light ahead, thought about just what you said. Connecting lives is what you planned. After all, let's take a chance, turning dust into diamonds. നല്ലൊരു ഗ്ലാസ് ഭരണി കഴുകി വൃത്തിയാക്കി വെക്കുക. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൈനൊക്കെ ഇടുമ്പോൾ അതിന് ഗ്ലാസ് ഭരണിയോ മൺഭരണികളോ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. നിങ്ങൾ സ്റ്റീൽ പാത്രങ്ങളിലൊന്നും വൈൻ സൂക്ഷിച്ചു വെക്കരുത്. ഇതിന് ഏറ്റവും നല്ലത് സെറാമിക് ഭരണികളോ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന കണക്കുള്ള ഗ്ലാസ് ഭരണികളോ ആണ്.
നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ മുന്തിരിങ്ങ നല്ലവണ്ണം തണുത്തതിന് ശേഷം മാത്രമേ കുപ്പിയിലേക്ക് മാറ്റാവുള്ളൂ. നമ്മൾ കുപ്പിയിലെടുത്ത് വെച്ചിരിക്കുന്ന മുന്തിരി വൈൻ നന്നായി തണുത്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നല്ലവണ്ണം കലക്കി വെക്കുക. അതിനുശേഷം ഭരണി മൂടി ഏതാണ്ടൊരു 8-10 മണിക്കൂർ നേരത്തേക്ക് വെയിറ്റ് ചെയ്യുക. ഇത് ഒരു 8-10 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഈസ്റ്റ് നന്നായി ഫെർമെൻറ്റൈസ് ചെയ്ത് മുന്തിരിങ്ങയെല്ലാം മുകളിൽ വരികയും ജ്യൂസ് അടിയിലായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഏകദേശം ഒരു 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മുന്തിരിങ്ങയെല്ലാം നല്ലതുപോലെ പുളിച്ച് പൊങ്ങി ഭരണിയിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെല്ലാം പുളിച്ച് പൊങ്ങി നല്ല മുകളിൽ നിൽക്കും. ഇപ്പോൾ നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇപ്പോൾ അരിച്ച് എടുക്കാവുന്നതാണ്. Blinded by the light ahead, thought about just what you said. Connecting lives is what you planned. After all, let's take a ആദ്യം അരിച്ചെടുത്ത മുന്തിരിങ്ങ അതേ കുപ്പിയിലേക്ക് തന്നെയോ അല്ലെങ്കിൽ മറ്റൊരു കുപ്പിയിലേക്കോ കൂടുതൽ നന്നായി ഫൈൻ ചെയ്ത് അരിച്ച് ഒഴിച്ചു വെക്കുക. let us commence. That's what I love. The life I see. What's left in me?
blinded by the ones I lost, connecting lines of which we crossed, which we crossed. ഈ അരിച്ചു വെച്ചിരിക്കുന്ന വൈൻ നന്നായി അടച്ചു സൂക്ഷിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഓരോ ദിവസവും ഒന്ന് ഇളക്കി കൊടുക്കുക. 3 ദിവസം കഴിയുമ്പോൾ നല്ല രുചികരമായ വൈൻ റെഡി. അപ്പോൾ വൈൻ തയ്യാറാക്കിയത് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. അപ്പോൾ 3 ദിവസം കഴിഞ്ഞ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വൈൻ എൻ്റെ പക്കലുണ്ട്. ഈ ഗ്ലാസ് ഭരണിയിൽ ഇപ്പോൾ കറക്റ്റ് 3 ദിവസം കഴിഞ്ഞ വൈനാണ് ഇരിക്കുന്നത്. ഇത് നല്ലതുപോലെ പുളിച്ച് നല്ല രുചിയായിട്ടിരിപ്പുണ്ട്. ഇത് സെർവ് ചെയ്യാനുള്ള സൗകര്യത്തിനായിട്ട് ഞാനൊരു ചെറിയ കുപ്പിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് രുചിച്ച് നോക്കാം. നമുക്ക് വൈനൊന്ന് രുചിച്ച് നോക്കാം അല്ലേ? Blinded by the ones I lost, connecting lines of which we crossed, which we crossed. വളരെ നന്നായിട്ടുണ്ട്. നമ്മൾ 21 ദിവസം കൊണ്ട് തയ്യാറാക്കുന്ന വൈനോടൊപ്പം കിടപിടിക്കുന്ന രുചിയാണ് ഈ വൈനുമുള്ളത്. ഇത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് തയ്യാറാക്കാം. ഈ വൈൻ ഇരിക്കും തോറും ഇനി വീര്യം കൂടുകയും ചെയ്യും. ഇനി നിങ്ങൾക്കിതിൽ വീര്യം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് കുറച്ച് ഗോതമ്പ് ഒരു തുണിയിൽ കെട്ടി ഇതിലിട്ട് കഴിഞ്ഞാൽ നല്ല വീര്യം ഇതിന് ലഭിക്കുന്നതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ വീര്യം തന്നെ ഇപ്പോൾ ധാരാളമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതുപോലെയൊന്ന് വൈൻ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി പിന്നെ കാണാം. ബൈ.